ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 6 മെറ്റൽസ്. ഈ ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് അസസ് സെക്ഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഇന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: ഡിഫൈൻ ദ ടേം ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഒരു ടേം തന്നിട്ടുണ്ട്, ആ ടേം നമുക്ക് ഡിഫൈൻ ചെയ്യണം, അതുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യണം. ഫസ്റ്റ് തന്നിരിക്കുന്ന ടേം ഓർ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഓർ ഓഫ് അലുമിനിയം? ഓർ ഡിഫൈൻ ചെയ്യണം, അലുമിനിയത്തിൻ്റെ ഓർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓർ എന്നത് ഒരു മെറ്റലിൻ്റെ ഒരു മിനറലാണ്. ആ മിനറലിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അധികം ചിലവാക്കാതെ, അതായത് ഇക്കണോമിക്കലി നമുക്ക് ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അത്തരം മിനറലിനെ പറയുന്ന പേരാണ് ഓർ. Ore of a metal is the mineral from which the metal is extracted easily and economically. മെറ്റൽ ആ ഓറിൽ നിന്ന് ഈസി ആയിട്ടും എക്കണോമിക്കലായിട്ടും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അത്തരം മിനറലിനെ പറയുന്ന പേരാണ് ഓർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓർ ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ഓർ ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിൽ നിന്നാണ് ഇക്കണോമിക്കലി നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുല Al2O3.2H2O. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ടേം റോസ്റ്റിംഗ് ആണ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് ഓസ് ആർ സബ്ജക്റ്റഡ് ടു റോസ്റ്റിംഗ്? റോസ്റ്റിംഗ് ഏത് ടൈപ്പ് ഓഫ് ഓസിനാണ് മെറ്റൽ എക്സ്ട്രാക്ഷനിൽ ഉപയോഗിക്കുന്നതെന്നും പറയണം. ഓക്കെ, റോസ്റ്റിംഗ് എന്നത് ചൂടാക്കുന്ന, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ മെറ്റാലിക് ഓറിനെ ചൂടാക്കി അറ്റ് എ ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റിൽ പ്രസൻസ് ഓഫ് എയറിൻ്റെ പ്രസൻസിൽ ബിലോ മെൽറ്റിംഗ് പോയിന്റിൽ ചൂടാക്കുന്ന ആ പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ചൂടാക്കണം, ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പ്രസൻസ് ഓഫ് എയറുമാണ്. അത്രയാണ് റോസ്റ്റിങ്ങിൻ്റെ കീവേഡ്സ്. ഇനി ഈ റോസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ സൾഫൈഡ് ഓസിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ റോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഈ സൾഫൈഡ് ഓസ് അതിനെ ചൂടാക്കി, അതായത് ഈ റോസ്റ്റിംഗ് നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ മെറ്റലിൻ്റെ ഓക്സൈഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് റോസ്റ്റ് ചെയ്ത് ആ സൾഫൈഡ് ആയിട്ടുള്ള ആ ഓറിനെ, മെറ്റാലിക് സൾഫൈഡ്, അതിനെ റോസ്റ്റ് ചെയ്ത് മെറ്റാലിക് ഓക്സൈഡിലേക്ക് മാറ്റുവാണ് റോസ്റ്റിംഗ് ചെയ്യുന്നത്. എക്സാമ്പിൾ: സിങ്ക് സൾഫൈഡ് പ്ലസ് ഓക്സിജൻ, സിങ്ക് ഓക്സൈഡ് പ്ലസ് SO2. ഇവിടെ സിങ്ക് സൾഫൈഡ് ഈ സിങ്കിൻ്റെ എക്സ്ട്രാക്ഷൻ്റെ സ്റ്റേജിൽ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിങ്ക് സൾഫൈഡ് റോസ്റ്റ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് ഓക്സൈഡായി കിട്ടി, SO2 കിട്ടി. ഈ സിങ്ക് ഓക്സൈഡിനെ റിഡക്ഷൻ നടത്തിയിട്ട് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ സൾഫൈഡ് ഓസിനെ ഓക്സൈഡിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഉപയോഗിക്കുന്ന ആ മെറ്റലർജിയിലെ ഒരു സ്റ്റേജാണ് റോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടേം റെഡ്യൂസിംഗ് ഏജൻറ്റ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ: മാനുഫാക്ചർ ഓഫ് അലൂമിനിയം, അതിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്നാൽ ഒരു സിമ്പിൾ ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന, ഈ മെറ്റാലിക് ഓക്സൈഡിൽ നിന്ന് ഈ ഓക്സിജൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏത് സബ്സ്റ്റൻസ് ആണോ അതിനെ പറയും റെഡ്യൂസിങ് ഏജൻറ്റ്. നമ്മൾ ഓൾറെഡി ഓക്സിഡേഷൻ, റിഡക്ഷൻ എല്ലാം ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എലമെൻ്റൽ സ്റ്റേജിലിരുന്ന ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ മെറ്റൽ ഓക്സിഡൈസ്ഡ് ആയിട്ടാണ് മെറ്റാലിക് ഓക്സൈഡ് ആകുക. ഫോർ എക്സാമ്പിൾ ZnO. അവിടെ ഓക്സിജൻ എപ്പോഴും ഇലക്ട്രോൺ നെഗറ്റീവാണ്, ഇലക്ട്രോൺ ഗെയിൻ ആണ് ഓക്സിജൻ്റെ ടെൻഡൻസി. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ മെറ്റൽ ഇലക്ട്രോൺ ഓക്സിജന് ഡൊണേറ്റ് ചെയ്ത് പോസിറ്റീവ് സ്റ്റേജിലേക്ക് മാറി ഓക്സിഡൈസ്ഡ് സ്റ്റേജിലാണ് ആ മെറ്റാലിക് ഓക്സൈഡിൽ മെറ്റൽ ഇരിക്കുന്നത്. ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റ് ആണോ ആ
ഓക്സിജൻ്റെ പാർട്ട് ഈ മെറ്റാലിക് ഓക്സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ പാർട്ട് റിമൂവ് ചെയ്യുക എന്നതിൽ നിന്ന് എന്താണ് അർത്ഥം? ആ മെറ്റാലിക് ഓക്സൈഡിലുള്ള മെറ്റൽ പാർട്ട് ഓക്സിഡൈസ് ചെയ്തിരിക്കുന്ന ആ ലെവലിൽ നിന്ന് ഓക്സിജൻ മാറിക്കഴിഞ്ഞാൽ വീണ്ടും മെറ്റലിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പോസിറ്റീവിൽ നിന്ന് വീണ്ടും 0യിലേക്ക്, അതായത് കുറഞ്ഞിരിക്കുന്നു. അതായത് മെറ്റൽ റിഡക്ഷനാണ് അവിടെ നടക്കുക. അതായത് റിമൂവൽ ഓഫ് ഓക്സിജൻ മീൻസ് മെറ്റലിൽ നിന്ന് സംഭവിക്കുന്നത് റിഡക്ഷനാണ്. അങ്ങനെ ഓക്സൈഡ് റിമൂവ് ചെയ്ത് മെറ്റലിനെ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചർ ഓഫ് അലൂമിനിയത്തിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഇലക്ട്രിസിറ്റി. ബിക്കോസ് അലൂമിനിയം ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ കാർബൺ അങ്ങനെ ഉള്ള അത്ര സ്ട്രോങ് അല്ലാത്ത റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അലൂമിനിയത്തിൻ്റെ ഓക്സൈഡിനെ റിഡക്ഷൻ നടത്തി അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റായ ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോലിറ്റിക് റിഡക്ഷനാണ് അലൂമിനിയത്തിനെ നടത്തുന്നത്. Al3+ ആണ് അലൂമിനിയത്തിൻ്റെ അയോൺസ്. അലൂമിനിയത്തിൻ്റെ അയോൺസ് ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ നടക്കുമ്പോൾ 3 ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്നും എടുത്ത് അലൂമിനിയമായിട്ട് റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഡിഫൈൻ ചെയ്യാനുള്ളത് ഫ്ലക്സ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ: കോപ്പറിൻ്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണ്? എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ ഫ്ലക്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും പറയണം. ഫ്ലക്സ് അത് മെറ്റലർജിയിൽ മെറ്റൽ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആ മെറ്റൽ ഓറിൽ വീണ്ടും ഉള്ള ഇമ്പ്യൂരിറ്റീസ്, അതിനെ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ ഗ്യാങ് എന്നാണ് പറയുന്നത്. ഈ ഫ്ലക്സ് ആഡ് ചെയ്തിട്ട് ഫ്ലക്സ് ഈ ഗ്യാങ്ങുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് മാറ്റും. അതായത് ഗ്യാങ്ങുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് റിയാക്ട് ചെയ്ത് ഒരു സ്ലാഗ് ഫോം ചെയ്യും. അത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ മെറ്റൽ പ്യൂരിഫിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആഡ് ചെയ്യുന്നതാണ് ഫ്ലക്സ്. Flux is a substance added to ore that combined with the impurities, that is gangue, present in the ore to form a flexible compound called slag, which can be easily removed. ഫ്ലക്സ് ഗ്യാങ്ങുമായി പ്രവർത്തിച്ച് സ്ലാഗ് ഫോം ചെയ്യും. അത് ഫ്ലെക്സിബിൾ, അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള കോമ്പൗണ്ടാണ്. അത് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി മാനുഫാക്ചർ ഓഫ് കോപ്പറിൽ ഉപയോഗിക്കുന്ന ഏത് ഫ്ലക്സ് ആണ് ഉപയോഗിക്കുന്നത്? സിലിക്ക ദാറ്റ് ഈസ് SiO2 ആണ് കോപ്പർ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ്. അത് എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള റീസണും ചോദിച്ചിട്ടുണ്ട്. സിലിക്ക SiO2 അത് ആക്ച്വലി അസിഡിക് നേച്ചറാണ് സിലിക്കയ്ക്കുള്ളത്. കോപ്പറിലുള്ള മെയിനായിട്ട് കാണുന്ന ഒരു ഇമ്പ്യൂരിറ്റി, അതായത് ഗ്യാങ്, അത് അയൺ ഓക്സൈഡ് ആണ്, FeO. ആ FeO ബേസിക് ആണ് നേച്ചർ. അപ്പോൾ അസിഡിക് നേച്ചറിലുള്ള സിലിക്ക ഈസിലി റിയാക്ട് വിത്ത് FeO, ബേസിക് നേച്ചറിലുള്ള FeO ആയിട്ട് റിയാക്ട് ചെയ്ത് സ്ലാഗ് എളുപ്പത്തിൽ ഫോം ചെയ്യും. ഏതാണ്? FeSiO3, അയൺ സിലിക്കേറ്റ്. അങ്ങനെ ഫ്ലക്സിൻ്റെ ആസിഡിക് നേച്ചറും ഇമ്പ്യൂരിറ്റിയുടെ ബേസിക് നേച്ചറും എളുപ്പത്തിൽ സ്ലാഗ് ഫോം ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള മെറ്റൽ എക്സ്ട്രാക്ഷന് എളുപ്പമാക്കി കിട്ടും. നെക്സ്റ്റ് നമ്മളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടേം ലീച്ചിങ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ: വിച്ച് മെറ്റൽ ഓർ ഈസ് ലീച്ച്ഡ് വിത്ത് സോഡിയം സയനൈഡ്? ഏത് മെറ്റൽ ഓർ ആണ് സോഡിയം സയനൈഡ് ഉപയോഗിച്ചിട്ട് ലീച്ച് ചെയ്യുന്നത്? നോക്കാം. ലീച്ചിങ് അത് എക്സ്ട്രാക്ഷൻ ഓഫ് ഓർ ഏർലി സ്റ്റേജിലുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൗഡേർഡ് ഓറിനെ ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് ആ മെറ്റാലിക് ഓറിനെ ഡിസോൾവ് ചെയ്തിട്ട് ഇമ്പ്യൂരിറ്റീസിനെ അരിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ, അതായത് ഏർലി സ്റ്റേജിലുള്ള മെറ്റൽ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഇത്
ഡിസോൾവ് ചെയ്താൽ മെറ്റലിൻ്റെ ഓറ് ഡിസോൾവ് ചെയ്ത് ആ സൊല്യൂഷനിൽ വരും. ഇമ്പ്യൂരിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ലീച്ചിങ്. ലീച്ചിങ് ഈസ് എ പ്രോസസ് വെർ ദ പൗഡേർഡ് ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് എ സ്യൂട്ടബിൾ സോൾവെൻറ്റ് ടു ഡിസോൾവ് ദ ഓർ. ഓറിനെ ഡിസോൾവ് ചെയ്യും, ലീവിങ് ദ ഇമ്പ്യൂരിറ്റീസ് ബിഹൈൻഡ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്ന മെറ്റൽ ഓർ ഏതൊക്കെയാണെന്നാണ്. ഗോൾഡും സിൽവറും ഒക്കെ സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഗോൾഡ്, സിൽവർ ഒക്കെ റിയാക്ടിവിറ്റി നല്ല കുറവുള്ള മെറ്റൽസ് ആണ്. റിയാക്ടിവിറ്റി സീരീസിൽ താഴെ ഭാഗത്തുള്ളതാണ് ഈ ഗോൾഡ് ആൻഡ് സിൽവർ ഒക്കെ. അതായത് അത് അധികം റിയാക്ഷൻസിലും ഒന്നും ഏർപ്പെട്ട് കോമ്പൗണ്ട് ഫോമിലേക്കൊന്നും മാറാതെ ആ മെറ്റലായി തന്നെ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവർക്ക്. ഈവൻ ചെറിയ കോമ്പൗണ്ടിലേക്ക് മാറിയാലും ഈസിലി നമുക്ക് റിഡക്ഷൻ നടത്തി എടുക്കാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മെറ്റൽ എക്സ്ട്രാക്ഷൻ. അപ്പോൾ സോഡിയം സയനൈഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗോൾഡും സിൽവറും ഒക്കെ ലീച്ച് ചെയ്യുന്നത്. കൊടുക്കും തോറും ഏറിടും, വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് റൈറ്റ് ദ ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന സിങ്ക് സൾഫൈഡ് റിലേറ്റഡ് ടേം റോസ്റ്റിംഗ്. സിങ്ക് സൾഫൈഡിന് റോസ്റ്റിംഗ് ആ റിലേഷൻ അനുസരിച്ച് നോക്കിയാൽ കാൽഷ്യം കാർബണേറ്റിന് എന്തായിരിക്കും വരേണ്ടത്? ഐഡൻറ്റിഫൈ ചെയ്യണം. സിങ്ക് സൾഫൈഡ് റോസ്റ്റ് ചെയ്താൽ നമുക്ക് മെറ്റാലിക് സൾഫൈഡിനെ മെറ്റാലിക് ഓക്സൈഡായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് മെറ്റൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതാണ് ഈ റോസ്റ്റിംഗ്. ഇനി സിങ്ക് സൾഫൈഡിനെ റോസ്റ്റ് ചെയ്താൽ നമുക്ക് സിങ്കിൻ്റെ ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഇവിടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഓക്സൈഡ് കിട്ടാനായിട്ടുള്ള ആ പ്രോസസ്സ് ഏതാണ്? കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാലും ഹീറ്റിംഗ് ആ കാൽഷ്യം കാർബണേറ്റ് ഹൈഡ്രോക്സൈഡിനെയും കാർബണേറ്റിനെയൊക്കെ ഹീറ്റ് ചെയ്ത് അതിൻ്റെ ഓക്സൈഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാൽസിനേഷൻ ഉപയോഗിക്കുന്നത്. കാൽസിനേഷനും ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ സിങ്ക് സൾഫൈഡിനെ റോസ്റ്റിംഗ് ഓക്സൈഡായി മാറ്റുന്ന പോലെ തന്നെ കാൽഷ്യം കാർബണേറ്റിനെ കാൽസിനേഷൻ കാൽഷ്യത്തിൻ്റെ ഓക്സൈഡായി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ കാൽസിനേഷൻ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് മാഗ്നറ്റൈറ്റ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ബോക്സൈറ്റിന് എന്തായിരിക്കും? മാഗ്നറ്റൈറ്റിലെ മാഗ്നറ്റിക് ആയിട്ടുള്ള എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിനോട്ട് റിയാക്ട് ചെയ്യുന്ന എലമെൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർ കോൺസെൻട്രേറ്റഡ് ഓർ കിട്ടാൻ വേണ്ടിയിട്ട് മാഗ്നറ്റൈറ്റിന് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്. അങ്ങനെയാണെങ്കിൽ ബോക്സൈറ്റിന് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേറ്റഡ് ഓറിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. മാഗ്നറ്റൈറ്റിന് മാഗ്നറ്റിക് സെപ്പറേഷൻ മാതിരി ബോക്സൈറ്റിന് ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്നാൽ ഒരു സൊല്യൂഷനിൽ നമ്മളൊരു സൊല്യൂഷൻ ആഡ് ചെയ്ത് ആ സൊല്യൂഷനിൽ മെറ്റാലിക് ഓറിലെ മെറ്റൽ പാർട്ട് ഡിസോൾവ് ചെയ്യും. അങ്ങനെ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബോക്സൈറ്റിൻ്റെ കേസിൽ ഉപയോഗിക്കുന്ന ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈ ബോക്സൈറ്റിലെ അലുമിനിയവുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് സോഡിയം അലുമിനേറ്റ് എന്നുള്ള സൊല്യൂഷനിലേക്ക് മാറും. ഇനി ഈ ബോക്സൈറ്റിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാനും പറ്റും. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ഓറിലേക്ക് മാറ്റാൻ വേണ്ടി മാഗ്നറ്റൈറ്റിന് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്. അങ്ങനെ ആണെങ്കിൽ ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേറ്റഡ് ഓർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലീച്ചിങ്. ക്വസ്റ്റ്യൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് CaO ആൻഡ് CO2 കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയണിന് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? എങ്ങനെയാണത് യൂസ്ഫുൾ ആയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാം. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിരിക്കുന്ന ആ കെമിക്കൽ റിയാക്ഷൻ അതെങ്ങനെയാണ് അയണിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അയണിൻ്റെ
ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് അലോങ് വിത്ത് അയൺ ഓർ കോക്ക്, പിന്നെ നമ്മൾ കാൽഷ്യം കാർബണേറ്റ്, ലൈം സ്റ്റോൺ, കാൽഷ്യം കാർബണേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഇനി ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും ഈ കാൽഷ്യം കാർബണേറ്റിൻ്റെ റിയാക്ഷൻ നമുക്ക് തന്നല്ലോ. കാൽഷ്യം കാർബണേറ്റ് ഹൈ ടെമ്പറേച്ചറിൽ CaO ആൻഡ് CO2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. ആ പ്രവർത്തനമാണ് നടക്കുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ടു ഫോം CaO ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇനി ഈ കാൽഷ്യം ഓക്സൈഡ്, ഈ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് CaO ആൻഡ് CO2 ആയി ഈ CaO അയണിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ഫ്ലെക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അയൺ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ പറയും ഗ്യാങ്. ഫ്ലെക്സ് ഇമ്പ്യൂരിറ്റീസായ ഗ്യാങ്ങുമായി റിയാക്ട് ചെയ്ത് സ്ലാഗ് ഫോം ചെയ്യും. ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ഫ്ലെക്സായി വർക്ക് ചെയ്യും. അയൺ ഓറിലുള്ള ഇമ്പ്യൂരിറ്റിയാണ് സിലിക്കൺ ഓക്സൈഡ്. അത് ആസിഡിക് നേച്ചറിലുള്ളതാണ്. ഈ SiO2 ഇതിലെ ഗ്യാങ് ആണ്, CaO ഫ്ലെക്സ് ആണ്. ഇത് രണ്ടും റിയാക്ട് ചെയ്ത് നമുക്കൊരു സ്ലാഗ് കിട്ടും. ആ സ്ലാഗ് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ളതായിരിക്കും. അങ്ങനെ കാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ള ഈ സ്ലാഗ് ഫോം ചെയ്ത് അത് നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. അയൺ മെറ്റലിനെ ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് കാൽഷ്യം കാർബണേറ്റും ഈ അയൺ ഓറിൻ്റെ കൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്തു. ആ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാകുന്ന കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും, അതിലെ കാൽഷ്യം ഓക്സൈഡ് ഈ റിയാക്ഷൻ്റെ സമയത്തിൽ ഫ്ലെക്സായി വർക്ക് ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് അയൺ മെറ്റൽ എക്സ്ട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, കാൽഷ്യം ഓക്സൈഡ് ബേസിക് നേച്ചറാണുള്ളത്. അപ്പോൾ ഫ്ലെക്സ് ബേസിക് നേച്ചറും ഗ്യാങ് ആസിഡിക് നേച്ചറുമാണ്. അപ്പോൾ എളുപ്പത്തിൽ സ്ലാഗ് ഫോം ചെയ്ത് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുവാണ്. ക്വസ്റ്റ്യൻ, നമുക്ക് 2 ഫാക്ട്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ഫാക്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓർ ഇസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹോട്ട് സൊല്യൂഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഹോട്ട് സൊല്യൂഷനുമായിട്ട് ഓറിനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ആണ് ഫസ്റ്റ് ഫാക്റ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഫാക്റ്റ്, ഇലക്ട്രിസിറ്റി ആണ് അത് ആ മെറ്റലിനെ റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ഫാക്ട്സും റിലേറ്റ് ചെയ്യുന്നത് ഏത് മെറ്റാലിക് പ്രൊഡക്ഷൻ ലെവലാണ്? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഈ 2 ഫാക്റ്റും ഏത് മെറ്റലിൻ്റെ പ്രൊഡക്ഷനുമായിട്ടാണ് ആപ്ലിക്കബിളായി വരുന്നത്? അലുമിനിയമാണ്. അലുമിനിയത്തിൻ്റെ പ്രൊഡക്ഷനിലാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹോട്ട് സൊല്യൂഷൻ ഇനിഷ്യൽ സ്റ്റേജിൽ കോൺസെൻട്രേറ്റഡ് ഓർ ആക്കി മാറ്റുന്നതിനുള്ള ആ ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അലുമിനിയം ഹൈലി റിയാക്റ്റീവ് ഉള്ള എലമെൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ റിഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഇലക്ട്രിസിറ്റിയുമാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത ഈ ഫാക്ട്സ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് ഇലക്ട്രിസിറ്റി ആസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്? എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി തന്നെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാരണം അലുമിനിയത്തിൻ്റെ റിയാക്ടിവിറ്റി റേറ്റ് നല്ല കൂടുതലാണ്. അപ്പോൾ കാർബൺ മാതിരി അത്ര സ്ട്രോങ് ഉള്ള റെഡ്യൂസിങ് ഏജൻറ്റ് അല്ല എങ്കിൽ അലുമിനിയത്തിനെ നമുക്ക് റിഡക്ഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ട്രോങ് ആയ റെഡ്യൂസിങ് ഏജൻ്റായ ഇലക്ട്രിസിറ്റി തന്നെ വേണ്ടിവരും നല്ല ഹൈലി റിയാക്റ്റീവായ അലുമിനിയം ഫോം ചെയ്ത ആ കോമ്പൗണ്ടിനെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി തന്നെ ഉപയോഗിക്കണം അലുമിനിയത്തിൻ്റെ റിഡക്ഷൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഏത് സബ്സ്റ്റൻസ് ആണ് അലുമിനിയം പ്രൊഡക്ഷൻ്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്? അലുമിനിയത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മിക്സ്ചർ ഓഫ് അലുമിന ആൻഡ് ക്രയോലൈറ്റ്. അലുമിന Al2O3, ക്രയോലൈറ്റ് Na3AlF6. ഈ ക്രയോലൈറ്റ് എന്തിനാണ് അലുമിനയോട് കൂടെ ഉപയോഗിക്കുന്നത് എന്ന് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഒരു സൊല്യൂഷനാക്കി അയോൺ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുൾ ആകും. പിന്നെ അലുമിനിയം ഓക്സൈഡ് ആസിഡ്സ് നോക്കുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 2000-ന് മേലെയാണ്. അപ്പോൾ ആ ബോയിലിംഗ് പോയിൻറ്റിനെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഈ ക്രയോലൈറ്റിലെ മിക്സിങ് ഉപകാരമാകും. അപ്പോൾ ഈ 2 റീസൺ കൊണ്ട്
അലുമിനിയം പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് മിക്സ്ചർ ഓഫ് അലുമിന ആൻഡ് ക്രയോലൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. അലുമിനിയം ഓക്സൈഡിൻ്റെ റിഡക്ഷൻ നടക്കുമ്പോൾ ഏതാണ് ആനോഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ്? ഇറ്റ് ഈസ് ഓക്സിജൻ. അലുമിനിയം ഓക്സൈഡാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് അലുമിനിയം ഉണ്ടാക്കുന്ന Al3+ ആണ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്സിജൻ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ചെറിയ പോർഷനാണ് തന്നിരിക്കുന്നത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, സിലിക്കൺ എലമെൻസും അതിൻ്റെ ആറ്റമിക് നമ്പേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഗിവൺ ബിലോ ഈസ് മോർ പോസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗാലിയം? ഗാലിയത്തിൻ്റെ പ്രൊഡക്ഷനിൽ കൂടുതൽ റെലവൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഏത് മെത്തേഡാണെന്ന്? റിഡക്ഷൻ യൂസിങ് കാർബൺ ആണോ, റിഡക്ഷൻ യൂസിങ് ഇലക്ട്രോളിസിസ് ആണോ? ഏതാണ് ഗാലിയത്തിന് ആപ്ലിക്കബിളായി വരുന്നതെന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഇലക്ട്രോളിസിസ് ആണ് ഗാലിയത്തിന് ആപ്ലിക്കബിളായി വരുന്നുള്ളൂ. കാരണം അലുമിനിയം നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അലുമിനിയം സ്റ്റേബിൾ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ നടത്താൻ പറ്റില്ല. ഇലക്ട്രോളിസിസ് വെച്ചിട്ടാണ് അത്രയും ഹൈലി റിയാക്റ്റീവായ എലമെൻസിനെ നമുക്ക് റിഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഗാലിയവും സിമിലർ കമ്പാരബിൾ ആയിട്ടുള്ള റിയാക്ടിവിറ്റിയാണ്. അലുമിനിയത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് തന്നെയാണല്ലോ ഗാലിയം. അപ്പോൾ ഗാലിയത്തിനും ഇലക്ട്രോളിസിസ് തന്നെ വേണം. ഗാലിയം ഹൈലി റിയാക്റ്റീവായ ഗാലിയം ഫോം ചെയ്യുന്ന ഓക്സൈഡ് ദാറ്റ് ഈസ് Ga2O3. ഗാലിയം ഓക്സൈഡ് സ്ട്രോങ് ആയ കോമ്പൗണ്ട് ആയത് കാരണം അതിന് റിഡക്ഷന് വേണ്ടി ഇലക്ട്രോളിസിസ് തന്നെ വേണം. കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഗാലിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോലൈസ് ചെയ്തിരുന്നതെങ്കിൽ എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് കാഥോഡിൽ കിട്ടുക? അതിൻ്റെ കെമിക്കൽ ഇക്വേഷനും എഴുതണം. ഗാലിയം ക്ലോറൈഡിനെ ഇലക്ട്രോലിസിസ് ചെയ്തിട്ട് ഗാലിയം എക്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ ഗാലിയം മെറ്റലായിരിക്കും എന്തായാലും കാഥോഡിൽ വരിക. കാരണം നമുക്കറിയാം പോസിറ്റീവ് അയോൺ ആയി വരുന്നത് ഗാലിയം ആയിരിക്കും, ക്ലോറിൻ നെഗറ്റീവ് അയോൺ ആണ്. കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നത് മെറ്റാലിക് അയോൺ, പോസിറ്റീവ് അയോൺ. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഗാലിയം മെറ്റലാണ് കാഥോഡിൽ വരിക. ഇനി അതിൻ്റെ റിയാക്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻസ് എഴുതാം. നമുക്ക് നോക്കാം. ഗാലിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 31 ആണ്. ആറ്റമിക് നമ്പർ 31 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ 2, 8, 18, 3 ആണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടുക. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 3 ഇലക്ട്രോൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. 3 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആയി എന്നതിന് അർത്ഥം ഗാലിയം റിയാക്ഷൻസിൽ ഏർപ്പെടുമോ? ഈ ഗാലിയം ആസ് എ മെറ്റൽ ഈ 3 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ടാണ് റിയാക്ഷൻസിൽ ഏർപ്പെടുക. അതായത് Ga3+ ആണ് ഗാലിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുക. Ga3+ അയോൺസ് കാഥോഡിലേക്ക് വന്നിട്ട് കാഥോഡിൽ നിന്ന് 3 ഇലക്ട്രോൺ എടുത്ത് ഗാലിയം മെറ്റലായിട്ട് റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. Ga3+ + 3 ഇലക്ട്രോൺസ് ഗീവ്സ് ഗാലിയം. ഇനി ആനോഡിലോ നമ്മൾ എടുത്തിരുന്നത് GaCl3 ആണ്. അപ്പോൾ ക്ലോറൈഡ് അയോൺസ് ആണ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. 2 ക്ലോറൈഡ് അയോൺസ് മൂവ് ചെയ്ത് ഈ 2 ഇലക്ട്രോൺസ് ആനോഡിലേക്ക് ഡൊണേറ്റ് ചെയ്ത് ആനോഡിലേക്ക് റിലീസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ക്ലോറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0യിലേക്ക് കൂടി ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്തു ആനോഡിൽ. ഓവറോൾ റിയാക്ഷൻ നോക്കുമ്പോൾ 2GaCl3 ആണ് നമ്മൾ ഇലക്ട്രോളിസിന് എടുത്തത്. 2GaCl3 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2Ga + 3Cl2. ഇതാണ് ടോട്ടൽ റിയാക്ഷൻ. Subscribe to this channel for more videos like this. Continuation question ആണ്. Write the subshell configuration of the outermost shell of gallium.
ഗാലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഗാലിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 31. ഈ 31 ഇലക്ട്രോൺ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. 2, 8, 18, 3 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. 2 × n² റൂൾ അനുസരിച്ചിട്ട് 2n² റൂൾ അനുസരിച്ചിട്ട് ഫസ്റ്റ് ഷെല്ലിൽ 2 × 1² 2, 2 × 2² 8, 2 × 3² 18 അങ്ങനെ. ഇനി ഫില്ല് ചെയ്തു. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ റിമൈനിങ് 3 ഇലക്ട്രോണും ആയി. 2, 8, 18, 3 ആണ് ഗാലിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് ഏത് പീരിയഡിലാണ് വരുന്നത്? 4 ഷെൽസ് ആണുള്ളത്. അപ്പോൾ 4th പീരിയഡിലെ എലമെൻ്റ് ആണ് ഗാലിയം. നമുക്ക് നോക്കാം ഇനി എങ്ങനെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നു. സബ്ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 3rd ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1s2 മുതൽ മാക്സിമം കപ്പാസിറ്റിയിൽ ഫില്ല് ചെയ്ത് ഈ 31 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓർഡർ ഫോളോ ചെയ്തിട്ട് എസിൻ്റെ സബ്ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺസ്, പിയുടെ മാക്സിമം കപ്പാസിറ്റി 6 ഇലക്ട്രോൺസ്, ഡി സബ്ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി 10, എഫിൻ്റെ 14 അങ്ങനെ. ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ്. ഇനി 31 ഇലക്ട്രോൺസ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? 1s2 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1s2, 2s2, 2p6, 3s2, 3p6, 3p6 അതുവരെ പ്രശ്നമില്ല. ഈ ഓർഡറിൽ ഇങ്ങനെ വന്നു. 3p6 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ റൂൾ അനുസരിച്ചിട്ട് 4s വന്നു. 4s അതായത് ഈ 3p6 കഴിഞ്ഞാൽ അടുത്ത 4sലേക്കാണ് പോണേ. എസിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2, അപ്പോൾ നമ്മൾ 4s2 കൊടുത്തു. ആ 4s2 ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ 3D ഫില്ലിംഗ് നടക്കണേ. അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫില്ലിംഗ്. ഈ 4s2ൻ്റെ 2 ഫില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് 3D10, 4s2 കഴിഞ്ഞിട്ടുള്ള ഈ 3D10 ആണ് ഡിയുടെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ 10 ഫില്ല് ചെയ്തു. ഇനി ഒരു ഇലക്ട്രോണും കൂടി ഈ 31ൽ പെൻഡിങ് ഉണ്ട്. ഈ 3D കഴിഞ്ഞാൽ ദെൻ 4p സ്റ്റാർട്ട് ചെയ്യും. 3D കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4pയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇത് അറേഞ്ച് ചെയ്ത് എഴുതി. ഇതാണ് ടോട്ടൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഗാലിയം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാത്രമാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 4s2, 4p1 എന്നുള്ളതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഇവിടെ ഈ ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നിട്ട് പീരിയോഡിക് ടേബിളിൽ ഗാലിയത്തിൻ്റെ പൊസിഷൻ നോക്കും. പീരിയഡ് 4ലാണെന്ന് മനസ്സിലായി. 1, 2, 3, 4 ദിസ് ഈസ് ദ 4th പീരിയഡ്. 4th പീരിയഡിൽ 4s2 ഫില്ല് ചെയ്തു. 1, 2, 3, 4 ഈ 4th പീരിയഡിൽ 4s സബ്ഷെല്ല് ഫില്ല് ചെയ്തു. ഇവിടെ വന്നു. പിന്നെ ഫില്ല് ചെയ്തത് പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ആണ്. 4s2 കഴിഞ്ഞിട്ട് പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഫില്ലിംഗ്. അതായത് ഇവിടെ 4s2 കഴിഞ്ഞാൽ പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഡി സബ്ഷെല്ലിൽ ഇവിടെ 10 ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് 4pയിൽ വന്നിരിക്കുന്നത്. 4s2, 3d10 പിന്നെയാണ് ഈ 4p1. ഇതാണ് ഗാലിയം. ഇതാണ് ഗാലിയത്തിൻ്റെ പൊസിഷൻ. ഇങ്ങനെ ഇലക്ട്രോൺ ഫില്ലിംഗ് ഓർഡറിനനുസരിച്ചിട്ട് നമുക്ക് പീരിയോഡിക് ടേബിളിൽ ആ എലമെൻറ്റിൻ്റെ പൊസിഷനും ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചോദിച്ചിരിക്കുന്നത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ഗാലിയം 4s2, 4p1. ക്വസ്റ്റ്യൻ: കൊറോഷൻ എന്നാൽ അയൺ അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. ഇതിനെ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാൽ ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ഇലക്ട്രോൺസ് ലോസ് ആകുന്ന, ഡൊണേറ്റ് ചെയ്ത് ഇലക്ട്രോൺ ലോസ് ആകുന്ന സിറ്റുവേഷനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രോൺ ലോസ് ചെയ്താൽ ആ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ആയി എന്നാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കുക. Mg മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Mg2+ ഫോമിലേക്ക് മാറി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മെഗ്നീഷ്യം ഓക്സിഡൈസ്ഡ് ആയി. അതായത് മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ ലൂസായി മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി ഓക്സിഡേഷനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയൊക്കെ വരാം? ഒരു മെറ്റൽ ഓർ എനി സബ്സ്റ്റൻസ് ഇവിടെ
ഒരു മേജർ സിറ്റുവേഷനാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ. അതായത് ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അഡീഷൻ ഓഫ് ഓക്സിജനെ നമ്മൾ ഓക്സിഡേഷനായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ ആ 2 ഇലക്ട്രോൺ ഈ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആ എലമെന്റിൽ നിന്നുമാണ് ഓക്സിജൻ എടുക്കുന്നത്. അതായത് ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയത് കാരണം ആ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഈ നമ്മളുടെ ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ആ എലമെന്റിൽ നിന്നും ഇലക്ട്രോൺസ് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ എലമെന്റിന്റെ ഇലക്ട്രോൺസ് ഈസിലി ഡൊണേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ്. അതായത് അഡീഷൻ ഓഫ് ഓക്സിജനെ ഓക്സിഡേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കേസ് റിമൂവൽ ഓഫ് ഹൈഡ്രജനെയും ഓക്സിഡേഷനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം ഹൈഡ്രജൻ എപ്പോഴും ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത് എടുക്കുന്ന എലമെൻ്റ് ആണ്. അതായത് ഹൈഡ്രജൻ ഒരു എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ആ എലമെൻറ്റിന് ഡൊണേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അതായത് ഹൈഡ്രജൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൽ നിന്നും ഹൈഡ്രജനെ മാറ്റുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ ഓൾറെഡി ഹൈഡ്രജൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അഡീഷണൽ ഇലക്ട്രോൺ വെച്ചിട്ട് ഈ എലമെൻറ്റ് റിഡക്ഷനിൽ ആണ്. ഇനി റിമൂവൽ ഓഫ് ഹൈഡ്രജൻ സംഭവിച്ചാലോ, ഹൈഡ്രജൻ പോയി എന്നർത്ഥം, അഡീഷനായിട്ട് ഹൈഡ്രജൻ്റെ നിന്നുണ്ടായിരുന്ന അഡീഷണൽ ഇലക്ട്രോണും ലൂസായി. അതായത് ഈ മെറ്റലിന്, ഈ എലമെൻറ്റിന് അഡീഷണലായ ഹൈഡ്രജൻ ഇലക്ട്രോൺ പോയി അതിനൊരു ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അതായത് റിമൂവൽ ഓഫ് ഹൈഡ്രജനും ഒരു ഓക്സിഡേഷൻ സിറ്റുവേഷൻ്റെ എക്സാമ്പിളാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓഫ് കോഴ്സ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്, ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആകുമ്പോഴേക്കും ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. അതോ ഓക്സിഡേഷനാണ്. അതായത് ഓക്സിഡേഷൻ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. Fe+O2 gives Fe2O3. അയൺ ഓക്സിജൻ ആയിട്ട് റിയാക്ഷൻ നടത്തി അയൺ Fe2O3 ആയി ഓക്സൈഡ് ഫോം ചെയ്തു. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റണം. Fe+O2 Fe2O3. ഓക്സിജൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 ആറ്റംസ് ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 3 ആറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ഈവൻ നമ്പറും ഒരെണ്ണം ഓഡ് നമ്പറും ആയിരിക്കുമ്പോൾ നമുക്ക് ആദ്യം അതിനെ ഈവൻ നമ്പറിലേക്ക് മാറ്റാം. ഒരു 2 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് ഓക്സിജൻ 6 ആയി. അപ്പോൾ ഇവിടെ ഒരു 3 കൂടി കൊടുത്താൽ റിയാക്ടൻറ്റ് സൈഡിലെ 6 ആയി. ഓക്സിജൻ ബാലൻസ് ചെയ്ത് കിട്ടി. ഇനി ഈ സിറ്റുവേഷനിൽ എത്ര Fe ഉണ്ട്? Fe2 × 2 4 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 4 Fe കൊടുത്തിട്ടുണ്ടെങ്കിൽ അയണും ബാലൻസ്ഡ് ആയി. ഒന്നിൻ്റെ ബാലൻസും പോയിട്ടില്ല, രണ്ടും കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയി. നൗ 4 Fe+3O2 gives 2 Fe2O3. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സജസ്റ്റ് 2 മെത്തേഡ്സ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ഓഫ് അയൺ. അയൺ മെറ്റൽ വെച്ചിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കൊറോഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെയിൻറ്റിങ്. അയൺ ഒബ്ജക്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ടുള്ള എയറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, മോയ്സ്ചർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ സപ്രസ് ചെയ്യുമ്പോഴേക്കും കൊറോഷൻ നമുക്ക് തടയാൻ പറ്റും. വേറൊരു മെത്തേഡാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് വിത്ത് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് ക്രോമിയം. അതായത് അയൺ ഒബ്ജക്റ്റിൻ്റെ ആ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അയണിൻ്റെ മേലെ ലെസ് റിയാക്റ്റീവായ ക്രോമിയം മാതിരിയുള്ള മെറ്റൽ വെച്ച് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തും അയൺ ഒബ്ജക്റ്റിൻ്റെ കൊറോഷൻ നമുക്ക് തടയാൻ പറ്റും. നമുക്കൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. അലോയ്സ്, അയണിൻ്റെ അലോയ്സിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ABCD മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ടേബിൾ. അലോയ്സ് ഓഫ് അയൺ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യാം. എൽനിക്കോ, ഫസ്റ്റ് അലോയ് തന്നിരിക്കുന്നത് എൽനിക്കോ. എൽനിക്കോയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അയൺ,
അലുമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അൽനിക്കോ, ഇതിൻ്റെ എല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്ന പേര് അൽനിക്കോ. അയൺ, അലുമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഇനി അതിൻ്റെ യൂസ് എന്താണ്? അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പെർമനൻ്റ് മാഗ്നറ്റ്സിൻ്റെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അൽനിക്കോ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അലോയുടെ പേര് തന്നിട്ടില്ല. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. ഇത്രയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ചേർന്ന ആ അലോയുടെ പേരാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപയോഗം റെസിസ്റ്റ് ദ കൊറോഷൻ ഓഫ് അയൺ മേക്കിംഗ് യൂട്ടൻസിൽസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടിംഗ് അയണിൻ്റെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ യൂട്ടൻസിൽസ് ഒക്കെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അയണിൻ്റെ വേറൊരു അലോയാണ് സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീലിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അയൺ, സിലിക്കൺ ആൻഡ് കാർബൺ. ഈ സിലിക്കൺ സ്റ്റീലിൻ്റെ ഉപയോഗം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആയ ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോഴ്സ്, അതിൻ്റെ എല്ലാം കോർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സിലിക്കൺ സ്റ്റീൽ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ലോസ് കുറയ്ക്കാനായിട്ട് സിലിക്കൺ സ്റ്റീലിന് കഴിവുണ്ട്. അപ്പോൾ സിലിക്കൺ സ്റ്റീൽ മെയിൻലി ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമേഴ്സിൻ്റെ, മോട്ടോഴ്സിൻ്റെ ഒക്കെ കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.